കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സർപ്പബാധയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ജ്യോതിഷത്തിൽ. സർപ്പബാധാ ദോഷവും സർപ്പബാധാ ദുരിതവും ഒക്കെ നമ്മൾ പലപ്പോഴും പ്രശ്നം വെച്ച് നോക്കുമ്പോൾ കാണാറുണ്ട്. ചിലരുടെ ജാതകത്തിൽ തന്നെ സർപ്പബാധ പ്രശ്നങ്ങളൊക്കെ ഭാരതത്തിലും കേരളത്തിലും ഒക്കെ അനേകം ആളുകൾ സർപ്പദംശനമേറ്റ് പണ്ട് മരിക്കാറുണ്ട്. പല വിധത്തിലുള്ള സർപ്പദോഷങ്ങൾ പലരെയും ബാധിക്കാറുണ്ട്. ചിലർക്ക് സർപ്പബാധയായിട്ടും ചിലർക്ക് സർപ്പദുരിതമായിട്ടും ചിലർക്ക് സർപ്പശാപമായിട്ടും ഒക്കെ വരാറുണ്ട്. അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ട് ഒന്നുള്ളതാണ് കാളസർപ്പ യോഗം എന്ന് പറയുന്നത്. ഈ സർപ്പബാധാ ദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, സർപ്പശാപങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ പരിഹാരങ്ങൾ ചെയ്ത് നാഗക്ഷേത്രങ്ങൾ സന്ദർശിച്ചുമൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷെ സർപ്പബാധ ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു ദോഷം തന്നെയാണ് ഈ കാലസർപ്പ യോഗം എന്ന് പറയുന്നത്. അതൊരു യോഗം തന്നെയാണ്. കാളസർപ്പയോഗം 12 വിധം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, നിഷ്കർഷിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ തടസ്സങ്ങൾ പറയുമ്പോൾ പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളും, സാമ്പത്തിക പ്രതിബന്ധങ്ങളും, പ്രതിസന്ധികളും, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ, സന്താനങ്ങളില്ലാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പല വിധത്തിലുള്ള സർപ്പദോഷങ്ങളും നമ്മുടെ ആളുകളെയും നമ്മുടെ നാട്ടിലുള്ളവരെയും നമുക്ക് പലർക്കും ബാധിക്കാറുണ്ട്. വിവാഹ ജീവിതം, പലരുടെയും ദാമ്പത്യ ജീവിതം തകരാറിലാവുക, ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള എല്ലാ ജാതകം ചേരും, എല്ലാ തരത്തിലുള്ള ഗുണങ്ങളുണ്ടാവും, ഉത്തമ പൊരുത്തങ്ങളുണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ചില ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ സർപ്പദോഷമോ സർപ്പശാപമോ കാണാം. അപ്പോൾ ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം, ദാമ്പത്യം ദുരിതത്തിലാവുക, ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങൾ ജനിക്കാതിരിക്കുക, വിവാഹം സമയത്ത് നടക്കാതിരിക്കുക, വിവാഹം നടന്നാൽ തന്നെ അതിന് ഒരു തൃപ്തിയായ രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാതിരിക്കുക, അപകടങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങളുണ്ടാവും, അബോഷനാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. പിന്നെ അതുപോലെ തന്നെ അകാല മൃത്യു സംഭവിക്കുക. കുടുംബത്തിലുള്ള ആളുകൾക്ക്, പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും രോഗം സംബന്ധിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ സംഭവിച്ച് അകാല മൃത്യു സംഭവിക്കുക, ദുർമരണം സംഭവിക്കുക, ത്വക്ക് രോഗങ്ങൾ പിടിപെടുക, ശരീരമൊക്കെ മേല് നിറച്ച് ചൊറിച്ചിൽ മാറ്റുള്ള ത്വക്ക് രോഗങ്ങളൊക്കെ പിടിപെടുക. ഇതുപോലെയുള്ള നാഗദോഷങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇവിടെ സർപ്പബാധയുടെ ദോഷങ്ങളായിട്ട് വന്നു ചേരാറുണ്ട്. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ സാമ്പത്തികമായിട്ടും, സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുക, വിവാഹം കഴിയാതിരിക്കുക, പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ടിട്ട്, സ്വാത്വികനുമായ ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ടിട്ട് നമ്മൾ പ്രശ്നം വെച്ച് നോക്കി എന്താണ് ഈ ഇതിലുള്ള ദോഷങ്ങൾ, എന്തുകൊണ്ടാണ്, സർപ്പദോഷം ഉണ്ടോ, സർപ്പബാധാ ദോഷങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ദൈവജ്ഞനെ കൊണ്ട് ഇത് വെച്ച് നോക്കിയിട്ട് അത് അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അതിന് പരിഹാരം കണ്ടുപിടിക്കുകയും ജ്യോതിഷപ്രകാരമോ അല്ലെങ്കിൽ നാഗക്ഷേത്രങ്ങളിലോ നമ്മൾ പരിഹാരങ്ങൾ കാണുക. ഗ്രഹത്തിൽ സർപ്പദോഷങ്ങൾ ഉണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ സർപ്പബാധ ഏൽക്കാതിരിക്കാനുള്ള പരിഹാരങ്ങൾ പലവിധമുണ്ട്. പലതരത്തിലുള്ള സർപ്പദോഷങ്ങളാണ്. ഒറ്റ ദോഷം മാത്രമായിരിക്കില്ല. ചിലത് സർപ്പക്കാവുകൾ നശിപ്പിക്കുന്നതാവാം, ചിലപ്പോൾ ചിത്രകൂടങ്ങളൊക്കെ വീട്ടിൽ സർപ്പക്കാവുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചതാവാം. ചില ആളുകൾ സർപ്പക്കാവിലുണ്ടായിരുന്ന ചിത്രകൂടമൊക്കെ പൊളിച്ച് അവിടെയൊക്കെ ശുദ്ധിയാക്കി സ്ഥലമൊക്കെ വിറ്റ് മറ്റു പലർക്കും കൈമാറുക. ചിലത് സർപ്പങ്ങളെയൊക്കെ ആവാഹിച്ചെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ കാവുകളൊക്കെ ഉന്മൂലനാശനം ചെയ്യുക, കാവും കുളങ്ങളൊക്കെ ഉന്മൂലനാശനം ചെയ്യുക, സർപ്പക്കാവുകൾ അശുദ്ധിയാക്കുക. അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങൾ സർപ്പത്തിന് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതെന്താണ് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് പ്രശ്നം വെച്ച് കവടി വെച്ചുകൊണ്ട് ഒരു ദൈവജ്ഞനെ കൊണ്ട്, പണ്ഡിതനായ ഒരു ശ്രേഷ്ഠനെ, സ്വാത്വികനായ ശ്രേഷ്ഠനെ കൊണ്ട് അത് വെച്ച് നോക്കി അതിൻ്റെ ദോഷങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ഉചിതമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ തേടണം. അപ്പോൾ അതിന് പരിഹാര മാർഗങ്ങളായിട്ട് നമ്മൾ പ്രശ്നവശാൽ ആ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് ഇപ്പോൾ ഏതെങ്കിലും പറമ്പിൽ വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് സർപ്പക്കാവുകളൊക്കെ ഉന്മൂലനാശനം ചെയ്തതാണെങ്കിൽ നമുക്ക് ചിത്രകൂടം പണിത് അതിന് പരിഹാരങ്ങൾ ചെയ്യാം. നാഗക്ഷേത്രങ്ങളിൽ പോയിട്ട് പരിഹാരങ്ങൾ ചെയ്യാം. പ്രശസ്തമായ മണ്ണാറശാല, പാമ്പുമേക്കാട് ഇതുപോലെയുള്ള, വെട്ടിക്കോട് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വിവാഹ തടസ്സങ്ങൾ, സന്താനങ്ങളില്ലാതിരിക്കുക, സന്താനങ്ങൾ ജനിക്കാതിരിക്കുക, അകാല മൃത്യുവിന് ദോഷങ്ങൾ, ഇതിനൊക്കെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് സർപ്പദോഷങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ പ്രശ്നവശാൽ ഒരു ദൈവജ്ഞനെ കൊണ്ട് കണ്ടുപിടിക്കണം.